എന്തുണ്ടാകുന്നത് നമ്മൾ ആവി പിടിക്കാൻ വേണ്ടി മഞ്ഞൾ എടുക്കാൻ വന്നേ കേട്ടോ. മഞ്ഞൾ ഇട്ടിട്ടാണ് നമ്മൾ ആവി പിടിക്കുന്നത്. അതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ ആവി പിടിക്കാൻ കിട്ടും. ഇത് ചെറിയൊരു മൂടായിരുന്നു കേട്ടോ. അതിൽ നിന്നാണ് നമ്മൾ ആവി പിടിക്കാൻ അത്യാവശ്യം 2 മൂടുണ്ട്. അതിൽ നിന്ന് കിട്ടും. അതിന് പിന്നെ പൊട്ടിക്കളിച്ചതായിരുന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്കിന് ഇത് മതി ആവി പിടിക്കാൻ. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പഴുത്തതൊക്കെ ഞാനങ്ങ് പറിച്ചു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് നിൽപ്പുണ്ട് പച്ചമുളക്. ഇതിന് അത്യാവശ്യം അങ്ങനെ വളമെന്ന് വെച്ചാൽ കോഴിയുടെ വേസ്റ്റ് മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ ചാണകപ്പൊടി വല്ലപ്പോഴെങ്ങാനും കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഇപ്പോൾ ഒത്തിരി നാളായി കൊണ്ടുവന്നിട്ടിട്ടില്ല. ഇനി അപ്പോൾ ആവി പിടിക്കണം. പനിയായിട്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അന്നേരം ഇനി ആവി പിടിക്കാൻ പോവാണ്. ആവി പിടിച്ചിട്ട് കാണാം. ഇനി നമുക്ക് വൈകുന്നേരം പൂജ വെക്കണം. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു മുളക് കൂടെ നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പിച്ചിതെല്ലാം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഒരു മുളക് മാത്രമല്ല കേട്ടോ, വീണ്ടും ഒരു മുളക് ഇതിനിടയ്ക്ക് ഒളിച്ചിരിപ്പുണ്ട്. അതും കൂടെ നമ്മൾ പിച്ചുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് വേണ്ടി നിർത്തിയേക്കുന്ന മുളക് ആണെന്ന്. കാർത്തിക്കുട്ടി ദാണ്ട് ചെമ്പരത്തിപ്പൂ വെച്ച് ഞാൻ പോയേക്കുവാണ് പൂജ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ പുസ്തകം പൂജാമുറിയിലാണ് പൂജ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ പിച്ചാണ് കേട്ടോ. ഇതാണ്ട. അപ്പോൾ വൈകുന്നേരം പൂജ വെക്കുന്നതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ, എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടുത്തെ പൂജവെപ്പ് രീതികളൊക്കെ നമ്മൾ വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ ഫ്രണ്ടിൽ പുസ്തകങ്ങളൊക്കെ അടുക്കി അങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് ഞങ്ങൾ എടുക്കാം. ഓക്കെ. ഇതിനി വൈകുന്നേരം നമ്മൾ മഞ്ഞളും കല്ലുപ്പും കൂടി ഇട്ട് ആവി പിടിക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് കാണിക്കേണ്ടതില്ലല്ലോ, എല്ലാവരും ആവി പിടിക്കുന്നതല്ലേ. അപ്പം ഞങ്ങളുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ എന്താ പറയുക, വൈകുന്നേരത്തെ പൂജവെപ്പിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഇത് നമ്മുടെ മൈസൂർ ചീരയാണ്. ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ ആങ്ങളയ്ക്കൊക്കെ അമ്മൂമ്മ ഇത് കൂടുതലുണ്ടാക്കി തരും കേട്ടോ. പക്ഷേ വളർന്നപ്പോൾ എല്ലാവരും പറയുന്നു ഇതിന് കരലോകം ഒക്കെ ഉണ്ടാക്കുമെന്ന്. പക്ഷേ എല്ലാ സാധാരണക്കാരും ഇപ്പം ഇതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഞാൻ പൊട്ടായിട്ട് മൂക്കുത്തിയായിട്ടും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു നൊസ്റ്റാൾജിയാണിത്. പൊട്ടായിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, നല്ലതാണോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ കാർത്തിക്കുട്ടി മൈസൂർ ചീരയുടെ പൊട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്തൊക്കെ ഇത് മൂക്കുത്തിയായിട്ട് ഞാൻ ചെറുപ്പത്തിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്കിവിടെ പനിക്കൂർക്ക കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ